ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പകുതി എത്തുമ്പോഴത്തേക്ക് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഇല്ലാത്ത പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരപ്പെടുകയാണ്. ശഅബാൻ 15 പ്രത്യേകമായി ഒരു നോമ്പ് തന്നെ പറയും. ബറാഅത്ത് എന്ന നോമ്പ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അത് സമൂഹത്തിൽ അറിയപ്പെടാറുള്ളത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണാം, എല്ലാ മാസവും 13, 14, 15 നോമ്പുള്ളതാണ്. അത് ശഅബാനിലും ഉള്ളതാണ്. എന്നാൽ മറ്റു മാസങ്ങളിലൊന്നും നോമ്പെടുക്കാതെ ഒരു ശഅബാനിന് 15 മാത്രം ഒരു പോരിശ കാണുന്നുണ്ടോ? അത് ദീനിൽ ഇല്ലാതെയാവുകയാണ്, പഠിപ്പിക്കാതെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ അങ്ങനെ പഠിപ്പിച്ചതായ യാതൊരു ഹദീസുകളും നമുക്ക് കാണാനില്ല. എന്നാൽ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ശഅബാനിന്റെ പകുതിയിൽ ഫഖൂമു ലൈലഹ, നിങ്ങൾ രാത്രി നമസ്കരിക്കണം, വസൂമു നഹാറഹ, പകലിൽ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഹാദാ ഹദീസുൻ മൗളൂഉൻ, ഈ ഹദീസ് ചില മനുഷ്യർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ്. എന്റെ വാക്കല്ല, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ നിലക്കാണ് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ആളുകൾ ശഅബാൻ 15 രാവിൽ അന്ന് രാത്രിയിൽ ഒരു നമസ്കാരത്തിന്റെ അവസ്ഥയുണ്ട്. സ്വലാത്തുൽ അൽഫിയ, അൽഫ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം 1000 എന്നാണ് അറബിയിലെ അർത്ഥം. ഈ നമസ്കാരം എന്തിനാണ്? ഈ നമസ്കാരത്തിന്റെ പ്രത്യേകത 100 റക്അത്ത് നമസ്കരിക്കലാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും 100 റക്അത്ത് ശഅബാൻ 15 രാവിൽ നമസ്കരിക്കുകയാണ്. ഓരോ റക്അത്തിലും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അങ്ങനെ മൊത്തം 1000 സൂറത്തുൽ ഇഖ്ലാസ്. ഈ നമസ്കാരത്തിന്റെ പ്രത്യേകത എവിടെയാ? ഒരൊറ്റ പണ്ഡിതന്മാരും അതിനെ അംഗീകരിച്ച് ഇത് സ്വഹാബത്തിന്റെ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചതാ എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത് പറ്റില്ല എന്ന് പണ്ഡിതന്മാര് പറയും ചെയ്തു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ റജബിന്റെ നമസ്കാരമാകട്ടെ, റഗായിബ് നമസ്കാരമാകട്ടെ, ശഅബാനിന്റെ ഈ 100 റക്അത്ത് നമസ്കാരമാകട്ടെ, ഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറാൻ. നമ്മൾ നിസ്കാരത്തിനെ എതിർക്കില്ല, നമ്മൾ നോമ്പിനെ എതിർക്കല്ല. ഇല്ലാത്തതിനെ, ദീന് പഠിപ്പിച്ചിട്ടില്ലാത്തതിനെ, സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്തതിനെ നമുക്ക് അനുകരിക്കാൻ പറ്റുകയില്ല. ഇത് ബിദ്അത്താണ്, പുതുതാണ്. മുൻകറാനി, ഒഴിവാക്കേണ്ട നമസ്കാരങ്ങളാണ് ഇത് രണ്ടുമെന്നും ഇമാം നബവി തങ്ങൾ അൽ മജ്മൂഇലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ചില സന്ദർഭങ്ങൾ കാണാം, ശഅബാൻ 15 രാവിൽ പ്രത്യേകമായി സൂറത്തു യാസീനിന്റെ പാരായണം. അത് പിന്നെ പറയല്ല, എന്ത് സംഭവിച്ചാലും ശരി യാസീൻ ഇല്ലാതെ മുന്നോട്ട് പോവില്ല. വീട് സ്ഥലം വിറ്റു പോകണോ, കല്ലെടുക്കുക, എന്നിട്ട് യാസീൻ ഓതുക, എന്നിട്ട് കല്ല് കുഴിച്ചിടുക, എന്നാ നിങ്ങളെ സ്ഥലം വിറ്റു പോകും. ഗർഭിണിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ്, ആശുപത്രി കൊണ്ടുപോവാണ്, യാസീൻ. ജനാസ എടുക്കാണ്, യാസീൻ. ഒരു സൂറത്ത് ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഓതാനുള്ള സമയവും ബന്ധവും നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് എന്ത് അധികാരമുള്ളത്? അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എവിടൊക്കെ ഓതണമെന്ന് പറഞ്ഞിട്ടുള്ളിടത്തല്ല നമുക്കെങ്ങനെയാ ഒരു സ്ഥലം നിശ്ചയിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? എല്ലാത്തിനും സൂറത്ത് യാസീൻ കാണാൻ നമുക്ക് സാധ്യമല്ല, ഹദീസുകളിൽ വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ, നാടുകളിൽ ശഅബാൻ 15 പെരുന്നാൾ പോലെ, വെള്ളിയാഴ്ച പോലെ വലിയ ഒരു ആഘോഷമാണ്. കടകളിലൊക്കെ ലഡു വിതരണം ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും അടിത്തറ അതാണ്. ആ പരിപാടിയാണോ അന്ന് എന്തായിരുന്നു? ഒരു കഴിക്കലുണ്ടാകും. ശഅബാൻ 15 കഴിക്കലുണ്ട്. ആളുകൾ എന്തിനു ആഘോഷമാക്കും? ചില ആളുകൾ മരണപ്പെട്ട വ്യക്തികളുടെ സ്മരണക്ക് വേണ്ടി അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അതുണ്ടാക്കുക. എന്നിട്ട് ആരാ കഴിക്കണത്? നാട്ടുകാരാ കഴിക്കണത്. ഇഷ്ടം മറ്റാളതാണ്, കഴിക്കുന്നത് മുഴുവൻ നാട്ടുകാരാണ്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിന്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത്തരം സംഭവങ്ങളെ ഇസ്ലാമിക ലോകത്ത് ആദ്യ തലമുറകൾ പോലെയുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കമുള്ളവർ ഒരിക്കലും എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയാണിത്. വേറെ ചില സ്ഥലങ്ങളിൽ കാണാം, ആയുസ് വർദ്ധിക്കാൻ, അപകടങ്ങൾ നീങ്ങാൻ പ്രത്യേകമായി കൊണ്ട് ശഅബാൻ 15 6 റക്അത്ത് നമസ്കാരം. ഓരോരുത്തരും ഓരോ നാട്ടിലെ ഉസ്താദുമാർക്ക് അനുസരിച്ച് ഇങ്ങനെ വരും. ഒറ്റ കാര്യം ചേർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്കൊരു നമസ്കാരത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുന്നത്തായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാ നമസ്കാരത്തിന്റെയും കൂടെയുള്ള റവാത്തിബ് നമസ്കാരം ശീലമാക്കിക്കോ. സ്വർഗത്തിൽ അല്ലാഹു ഭവനം തരാമെന്ന് പറഞ്ഞു. ളുഹാ നമസ്കാരം നീ നിർവഹിച്ചോ. പകൽ സമയത്ത് രാവിലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ളുഹാ നമസ്കാരം 6 റക്അത്തോ 8 റക്അത്ത് വരെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇനി രാത്രിയാണോ നമുക്ക് ഒഴിവുള്ളത്, 3 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാം. ഇനി ഒരു വുളു ഉണ്ടാക്കിയിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ? ഇതൊക്കെ സുന്നത്തിൽ വന്ന നിസ്കാരമാണ്. എത്ര ആൾക്കാരാണ് ഇതിനോട് താല്പര്യമുള്ളത്?
ഇഷ്ടണ്ടാവില്ല. ഇല്ലാത്തൊരു നമസ്കാരമൊക്കെ വളരെ ഭക്തി പുരസ്സരം അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സമൂഹത്തിന്റെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഖൗൽ. ഈ വിഷയം പഠിച്ച പണ്ഡിതന്മാരൊക്കെ പറയാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദ്, നബവി തങ്ങളുടെ ഉസ്താദ് ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ റഹിമഹുല്ല പറയാ, ഈ ബിദ്അത്തായ ദീനിലില്ലാത്ത നിസ്കാരങ്ങളും പ്രാർത്ഥനകളും കൊണ്ടുവരുമ്പോ എന്താ ഉണ്ടാവുന്നത്? വസയ്യന ശൈത്വാനു ലഹും ജഅലഹാ മിൻ അജ്ലി ശആഇറൽ മുസ്ലിമീൻ. ശൈത്താൻ ഇവർക്ക് ഇത് നല്ല ഒരു കാര്യമായി തോന്നിപ്പിച്ച് ആവേശം കൊടുക്കും. സുന്നത്തിനോട് താല്പര്യം കൊടുക്കൂല, സുന്നത്തല്ലാത്ത കാര്യങ്ങളോട് നല്ല താല്പര്യവും അലങ്കാരവും ഉണ്ടാക്കി കൊടുക്കും. മിൻ അജ്ലി ശആഇറൽ മുസ്ലിമീൻ. എന്നിട്ട് ഇത് മുസ്ലിമീങ്ങളുടേതാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കും. മഹാപണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വാണിംഗ് ആണിത്. സഗൗരവത്തിൽ ബിദ്അത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ ധാരാളക്കണക്കിന് നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ വേളയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ യഥാർത്ഥ ആ പാഠത്തിലേക്ക് തിരിച്ചു വരാനും ഒരിക്കലും ദീനൊന്നും തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങളിൽ വീഴാതിരിക്കാനുമുള്ള കരുത്തുള്ള നല്ല ഒരു ഈമാൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.